ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞങ്ങളിപ്പോൾ തണ്ണീർമുക്കം ബണ്ടിലാണ്. ഇതാരാ ഇത്? അപ്പോൾ ഇതെൻ്റെ അന്നക്കുട്ടിയാണ് കേട്ടോ. ഞങ്ങളുടെ അന്നക്കുട്ടിയാണിത്. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് കറക്റ്റ്. അപ്പം ഞങ്ങളിപ്പോൾ തണ്ണീർമുക്കം ബണ്ടിലാണ്. ഞങ്ങൾ ചൂണ്ടിടാൻ വേണ്ടി വന്നതാണ്. ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പം ഇവളെന്നെക്കാളും വലിയ ആളായി മാറും കേട്ടോ. യൂട്യൂബറിലെ അടുത്ത ഞങ്ങളുടെ പ്രതീക്ഷയാണ്. ഇപ്പം തന്നെ അവള് എടി അതെ പപ്പ എടുത്ത് മീൻ പിടിച്ചു. നമ്മൾ എന്നാലും ഇൻട്രോ എടുക്കുന്ന സമയമായിരുന്നു. പപ്പ കറക്റ്റ് പൂളായിരുന്നു. നീ കാണിച്ചു കാണിച്ചു അപ്പൊ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് തണ്ണീർമുക്കം ബണ്ട്. ഇതിൻ്റെ അതായത് കുമരകം സൈഡ്, റൈറ്റ് സൈഡിലേക്ക് കൊച്ചിയാണ്. ഈ ബണ്ടെല്ലാം ഇപ്പോൾ ഓപ്പൺ ആണ് കേട്ടോ. ഇപ്പം ഈ മാസങ്ങളിൽ നല്ല വേനൽ വരുമ്പോഴേക്കും ബണ്ടെല്ലാം ഓപ്പൺ ചെയ്യും. ഇപ്പം എല്ലാ ഷട്ടറുകളും ഓപ്പൺ ആണ്. അപ്പം രാവിലെ സമയത്ത് കടലിലേക്കും വൈകുന്നേര സമയത്ത് കായലിലേക്കാണ് ഒഴുക്ക് തിരിച്ചും മറിഞ്ഞും മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഞങ്ങളുടെ തീറ്റ കണ്ട് ആരും ചിരിക്കരുത് കേട്ടോ. പച്ചച്ചെമ്മീൻ കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ ദാരിദ്ര്യ ഉണക്കച്ചെമ്മീനാണ്. കിലോ 150 രൂപ. എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റഡ്. ആർക്കും ശരിക്കും എന്നാടി ഫിഷിംഗ് ഫ്രീക്സിൽ ഗോഡ്സിനെ കാണിക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. വന്നപ്പോൾ മതി ആടിൻ്റെ പുറയാണ് കേട്ടോ. ഇവർ ആക്ച്വലി യുഎസിലാണ്. അപ്പോൾ ഇവൾക്ക് ഈ കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ജീവനുള്ള സാധനങ്ങളൊക്കെ. എടി ഡൗട്ട് ചോദിക്കട്ടെ. ഇൻ ഫ്യൂച്ചർ ഡു യു വാണ്ട് ടു ബി എ ഫിഷിംഗ് ഫ്രീക്ക്? യെസ്. ഹൈ ഫൈ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ പച്ചച്ചെമ്മീൻ മേടിക്കാൻ വേണ്ടി ചെന്നതാണ്. പക്ഷേ നമുക്ക് അവിടെ ചെന്നപ്പോഴേക്കും പച്ചച്ചെമ്മീൻ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉണക്കച്ചെമ്മീൻ മേടിച്ചത്. അതേ കൊഞ്ച് കിട്ടും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോഴേക്കും ഞാൻ പറയുന്നത് ഇത് കൊഞ്ച് പിടിക്കാനുള്ള ടെക്നിക്കോ ബുദ്ധിയോ അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് മെത്തേഡോ ഒന്നുമല്ല. നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ ഒരു 6-7 കൊഞ്ച് കിട്ടി. ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. ഒരു ദിവസം വീട്ടിൽ ഇരുന്നപ്പോഴേക്കും വീട്ടുകാർക്ക് ബോറടിച്ചുകൊണ്ട് അവരെയായിട്ട് ഔട്ടിങ്ങിന് പോകാം. തണ്ണീർമുക്കം ബണ്ട് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും നല്ല ഒരു ഈവനിങ് ആയിരുന്നു. അപ്പം നിങ്ങളെ കാണുന്നത് പോലെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു സ്കൈ ഭയങ്കര ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ അസ്തമയം കാണാനായിട്ട് നല്ല രസമായിരുന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ഒരു 5 മണി തുടങ്ങിയാണ്. 5 മണി 6 മണി ആയിട്ടും മീനൊന്നും കിട്ടിയില്ല. കുറേ പൂളവൻ മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ 6 മണി കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിലുള്ള കൊത്ത് വരാൻ തുടങ്ങി. വലിച്ച് താത്തിക്കൊണ്ട് പോകും, പക്ഷേ മീൻ കിട്ടത്തില്ല. അപ്പോഴേക്കും മനസ്സിലായി നമുക്ക് ഈ സാധനം ഒന്നുകിൽ കൊഞ്ചോ അല്ലെങ്കിൽ ഞണ്ടോ ആയിരിക്കുമെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയ മീനുകളാണ്. 2 ദിവസത്തെ വീഡിയോ നമ്മൾ ഒരുമിച്ച് എഡിറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി, ആ കിട്ടിയ മീനെ ഒന്ന് കണ്ടു നോക്കി. ഞാൻ പോയ ഗ്യാപ്പിന് ഇവരിത് അടുത്ത ചെമ്മീൻ നിങ്ങളിത് കണ്ടോ. ഇതിൻ്റെ കറക്റ്റ് വായിലാണ്. അതൊക്കെ ചെന്ന് നിന്നെ കറക്കിക്കേ ഒന്ന് മീനെ കറക്കിക്കേടി. ഞാൻ വാപ്പി പിടിക്കാം. ഉണക്ക കൊഞ്ചയിൽ ചെമ്മീൻ. ഇത് കണ്ടോ, കൃത്യം വായിലാണ് ഉടക്കിയിരിക്കുന്നത്. രണ്ടാമത്തെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ, നമ്മളൊന്നും ഫിഷിങ്ങിലൊന്നും അല്ല. പപ്പയും മമ്മിയൊക്കെ ഇവിടെ തകർത്ത് മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. ദൈവൻ്റെ കണ്ണ് നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ. ഇത് നോക്കി രാത്രിയിൽ ഇതിനെയാണ് രാത്രിയിൽ കുത്തിപ്പിടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വെട്ടം അടിക്കുവാണെങ്കിലേ ഇതിൻ്റെ കണ്ണ് നന്നായിട്ട് തിളങ്ങും. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ കുത്തിപ്പിടിക്കുന്നവർ. അതൊക്കെ ഇവൻ എന്നാ ചെയ്യേണ്ടത് നമുക്ക്? ഇന്ന് നമ്മൾ പൊരിച്ച് തിന്നും. അതാണ് പറയാൻ വന്നത്. അപ്പോൾ രണ്ടാമത്തെ ലോബ്സ്റ്റർ അല്ല, ഐ എം സോറി, കൊഞ്ച്. യു സ്കെയർഡ് ഓഫ് ഹിം? കേട്ടോ. ഇപ്പോൾ എത്ര ലോബ്സ്റ്റർ ആയിടി? 2 lobsters. Yay! അപ്പോൾ നമ്മൾ റീല് മാറ്റി വെച്ചിട്ട് സാധാ ചൂണ്ടയിൽ ഉണക്കച്ചെമ്മീൻ ഇട്ട് അടുത്ത കൊഞ്ച് പിടിച്ചിരിക്കുകയാണ്. ഇതാരെങ്കിലും ഇതിനു മുമ്പ് ഈ ബെയ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഉണക്കച്ചെമ്മീനെ നന്നായിട്ട് ഈ സാധനം തീറ്റി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വന്ന ദിവസത്തിൻ്റെ ആണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും പൊരിക്കാനുള്ളതായി. ഇപ്പം 3ാമത്തെ കൊഞ്ച്. അടിപൊളി.
ഇതുണ്ടോ കടിച്ചാണ്ടോ അവൻ? കണ്ടോ? ഇല്ല, ഞാൻ കൊച്ചിനെ കാണിച്ച. അതുകൊണ്ട് ഇതിനെ അങ്ങനെ പിടിക്കരുത്, ഇവൻ കയറി കടിക്കും. കേട്ടല്ലോ? കുട്ടനാടിൽ നിന്ന് പരലൊക്കെ പിടിച്ച് മടുത്തത് ഇപ്പം ഹൈ പരിപാടിയാണ്. കൊഞ്ച് നല്ല അടിപൊളി പിടയ്ക്കുന്ന കുട്ടനാടൻ കൊഞ്ച് പിടിച്ചാളൊക്കെ ഉണ്ടല്ലോ. അനക്കുട്ടി അങ്കിളിനെ മറക്കോ? അങ്കിളിനെ ഞങ്ങൾ മറക്കത്തില്ല. അങ്കിളിന്റെ അടുത്ത കൊഞ്ച് നല്ല തടിയൻ കൊഞ്ച്. തടിയൻ കൊഞ്ച്. ഞങ്ങൾ ഏകദേശം സ്റ്റോപ്പ് ചെയ്യാണ്ട്. അയ്യോ, ഇതാണ് നമ്മൾ പിടിച്ച മീൻ. നല്ല കണ്ണ് തിളങ്ങുന്നുണ്ടോ? കൂടെ 2 പൂളനുണ്ട്. വരുന്നു ചാട്ടമാണ് എൻ്റെ ഫോണെല്ലാം. കൊഞ്ചിനെ ഫ്രൈ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരാൾ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഉറങ്ങാതെ ഒരാൾ നോക്കിയിരിക്കുകയാണ്. നാളെ കണ്ടോ, നാളെ വരുന്നുണ്ട് കുറച്ച്. അപ്പം നമ്മളിതേ കൊഞ്ചിനെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തത് മമ്മി അതിനെ ഇവൾക്ക് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇവിടെ ഉണ്ടോ അന്നക്കൊച്ചിന് ഒട്ടും എരിവില്ലാത്തത് അല്ലടി. എടുത്തോളൂ. തുള്ളി എരിവ് പോലും ഇല്ലെന്നാ പറഞ്ഞേ. ബാ അവിടെ പോയി എന്നടി. എന്നൊക്കെ വെച്ച് നല്ല അന്നൊക്കെ ഈ ഫിഷ് മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല, കഴിച്ചിട്ടില്ല. ഓ, ഇനിയൊന്ന് തേയില പറിച്ച് കഴിക്കാൻ പോവാ. തേയില പറിച്ചു കഴിഞ്ഞ് കഴിക്കാൻ പോവാണോ? ആ ആ ഞങ്ങളുടെ ലിറ്റിൽ പ്രിൻസസ് ഇതിനെ കഴിച്ചു നോക്കുകയാണ്. ആരാടി ലിറ്റിൽ പ്രിൻസസ്? പാപ്പിയുടെ ഫേവറേറ്റ് ആരാടി? നീയാണോ പാപ്പിയുടെ ഫേവറേറ്റ്? എനിക്കത് ആരാ ഉണ്ടാക്കി തന്നേ? അതേ കേട്ടെ. മമ്മിയാണ് ഇവൾക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടോ?
എനിക്കിഷ്ടം കുക്ക് ചെയ്ത് പാട്ട്. കുക്ക് ചെയ്ത പാട്ടാണ് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ആദ്യമേ ടേസ്റ്റ് ചെയ്ത ആൾക്ക് മീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവൾ അതിൻ്റെ കുക്ക് ചെയ്ത് തേയിലെടുത്ത് കഴിച്ചു. പക്ഷെ അവൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ദേ എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് കഴിക്കാനുള്ള സാധനം ഞങ്ങൾ സെർവ് ചെയ്തുകൊണ്ട് പോവാണ്. അവൾ എനിക്കൊരു ഇച്ചിരി തന്നു. അതിൻ്റെ ടേസ്റ്റ് കണ്ടിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ. കഴിച്ചോടെ. നീ കഴിച്ചോടി, അതിപ്പോ എന്താ? അപ്പൊ ഇനി ഞങ്ങൾ കഴിച്ചു നോക്കാൻ പോവാണ്. ദേ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഉമ്മ അല്ല കൊച്ചു പിന്നെ ചോദിച്ചു. അവള് ചോദിച്ചു അവൾക്ക് രണ്ടാമത് കൊടുക്കാവുന്ന. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചേച്ചി നീ ചേച്ചിയുടെ റിസൾട്ട് അതാണ് കേട്ടോ. അങ്ങനെ വേണം കഴിക്കാൻ. ശരിക്കും അതാണ് അതിന്റെ സ്റ്റൈൽ. അതാണ് രസം. അടിപൊളി. അപ്പം ഇനി ഞാൻ മാത്രമേ കഴിക്കാത്തേ ഉള്ളൂ. എനിക്കിനി ആരാ ഇച്ചിരി ഒരു പീസ് തരുന്നത്? അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇച്ചിരി എരിവുണ്ട്. ചുമ്മാ അല്ല, അവൾക്ക് എരിവ് അടിപൊളിയാണ്. ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പടപടം തരും. ആ പറയാനുള്ളൂ. അപ്പം നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ബൈ ബൈ.